നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അന്നനാളത്തിലെ അസുഖങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റും അതുപോലെ തന്നെ സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റുമായ ഡോക്ടറിപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, നമ്മൾ അന്നനാളത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയാറുള്ളൂ ഒരു അന്നനാളത്തിൽ എന്തെങ്കിലും കുടുങ്ങി അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചപ്പോൾ അന്നനാളത്തിൽ കുടുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണഗതിയിലൊരു അന്നനാളം എന്ന് പറയുന്ന വാക്ക് സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. അപ്പോൾ അന്നനാളത്തിൻ്റെ അനാട്ടമി, അതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു കഴിഞ്ഞാൽ എവിടം തൊട്ട് എവിടം വരെ വരുന്നതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ, അതിൻ്റെ അസുഖങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായി? അന്നനാളം എന്ന് പറയുന്നത് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം വായിൽ നിന്ന് നമ്മൾ ചവച്ചു കഴിഞ്ഞാൽ അത് ആമാശയം അഥവാ സ്റ്റൊമക്കിൽ എത്തുന്നതിന് മുമ്പേ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ട്യൂബാണ് ഈ ഈസോഫാഗസ് അഥവാ അന്നനാളം എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഒരു ലേമാൻസ് ടേമിൽ പറയുകയാണെങ്കിൽ ഫുഡ് പൈപ്പ് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഭക്ഷണം കടന്നു പോകുന്ന ഒരു പൈപ്പ്, ഭക്ഷണം കടന്നു പോകുന്ന മസിൽ ലെയേഴ്സ് ഉള്ള ഒരു ട്യൂബാണത്. അതൊരു 25 സെൻറ്റിമീറ്ററാണ് ഇതിന് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള അതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അതിനൊരു പെരിസ്റ്റാൾസിസ് ഉണ്ട്. നോർമലി ഭക്ഷണം വിഴുങ്ങി കഴിഞ്ഞാൽ ഗ്രാവിറ്റി കൊണ്ടല്ല താഴോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു പെരിസ്റ്റാൾസിസ് നമ്മൾ പറയും. അതിന് ഒരു ഇൻഡസ്ട്രൈനൊക്കെ സംഭവിക്കുന്ന പോലെ അതിങ്ങനെ ഒരു വേവ് പോലെ മുകളിൽ നിന്ന് പോലെ അതിനകത്തൂടെ ആ ഫുഡ് മാറ്ററിനെ പ്രൊപ്പൽ ചെയ്തിട്ടാണിത് വയറിലെത്തുന്നത്. നമ്മൾ കടന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാലും താഴേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? സാർ പറഞ്ഞ പോലെ ഭക്ഷണം താഴേക്ക് കൊണ്ടുപോകൽ മാത്രമാണോ അതിൻ്റെ ഫങ്ഷൻ? ഭക്ഷണം താഴേക്ക് കൊണ്ടുപോകുന്നതാണ് മുഖ്യമായിട്ടുള്ള ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ 2-3 വാൽവുകളുണ്ട്. ഒന്ന് ഈ ഈസോഫാഗസ് തുടങ്ങുന്ന ഭാഗത്ത് ഉള്ള ഒരു വാൽവ്, അതിന് അപ്പർ ഈസോഫേജിയൽ സ്ഫിങ്ക്ടർ എന്ന് പറയും. അത് രണ്ടാമത്തെ വാൽവ് എന്ന് പറയുന്നത് ഈ ഈസോഫാഗസ് എൻഡ് ചെയ്യുന്ന ഭാഗത്ത് ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്ടർ എന്ന് പറയും. ഈ 2 വാൽവുകളും ഉള്ളതുകൊണ്ട് നോർമൽ നമ്മളിപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് ഫുഡ് മെറ്റീരിയൽ ഇറങ്ങത്തില്ല. വിഴുങ്ങിയാൽ മാത്രമേ അത് അകത്തോട്ട് പോകത്തുള്ളൂ. രണ്ടാമത് എന്തെങ്കിലും റീഗർജിറ്റേറ്റ് ചെയ്ത് ഇങ്ങനെ മുകളിലോട്ട് വന്നാലും ഈ സ്ഫിങ്ക്ടർ ഉള്ളതുകൊണ്ട് ഇത് വെളിയിലോട്ട് വരാറില്ല. അപ്പോൾ ഇത് റിലാക്സ് ചെയ്താൽ മാത്രമേ വരത്തുള്ളൂ. ഇതേ ഫംഗ്ഷൻ തന്നെയാണ് താഴത്തെ വാൽവിനോട്. നമ്മുടെ ഭക്ഷണം പ്രൊപ്പൽ ചെയ്ത് താഴെ എത്തുമ്പോൾ ആ വാൽവ് ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്ടർ തുറന്നാൽ മാത്രമേ ഈ ഭക്ഷണത്തിനകത്തോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പല അസുഖങ്ങൾ വരാം. പക്ഷേ ഇതാണ് മുഖ്യമായിട്ടുള്ള ഫംഗ്ഷൻസ്. തീർച്ചയായിട്ടും ഈ ഫംഗ്ഷൻസിനും അതുപോലെ തന്നെ അനാട്ടമിയും പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെ അസുഖങ്ങളാണ് ഈ അന്നനാളത്തിൽ നമ്മൾ സാധാരണഗതിയിൽ കാണപ്പെടാറുള്ളത്? അത് മറ്റുള്ള അസുഖങ്ങളുമായിട്ടൊക്കെ തെറ്റിദ്ധരിക്കാനായിട്ട് സാധ്യതയുണ്ടോ? ഒരുപാട് പേര് ഈ അന്നനാളത്തിലെ അസുഖങ്ങളുമായിട്ട് കൊണ്ടു നടക്കാറും അല്ലെങ്കിൽ ഒരു ക്രോണിക് അസുഖമായിട്ട് കൊണ്ടു നടക്കാറുമുണ്ടോ? ഒരുപാട് അസുഖങ്ങൾ അന്നനാളത്തിനെ ബാധിക്കാം. അത് ഒരുപാട് അസുഖങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ ഇതിൽ മെയിൻലി ക്യാൻസറുകൾ അല്ലാത്തതുമായിട്ടുള്ള അസുഖങ്ങളാണ്. അപ്പോൾ ക്യാൻസറുകളല്ലാത്ത അസുഖങ്ങളാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു അസുഖങ്ങൾ. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് വിഴുങ്ങുമ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ഭക്ഷണം വിഴുങ്ങുമ്പോൾ താഴോട്ട് പോകാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥ. അപ്പോൾ രണ്ടാമതായിട്ട് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഹാർട്ട് ബേൺ അല്ലെങ്കിൽ റീഗർജിറ്റേഷൻ എന്ന് പറയും. തിരിച്ച് ഭക്ഷണം ഇങ്ങനെ എമ്പകം പോലെ വരുന്ന പോലത്തുള്ള അവസ്ഥ. അപ്പോൾ ഇതൊക്കെയാണ് ഈസോഫാഗസിൻ്റെ മെയിനായിട്ടുള്ള സിംറ്റംസ്. പക്ഷേ അസുഖങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ബിനൈൻ ഡിസീസസിൽ മെയിനായിട്ടുള്ളത് മോട്ടിലിറ്റി ഡിസോർഡേഴ്സ്, അക്കലേഷ്യ കാർഡിയ പോലുള്ള ഡിസോർഡറുകൾ. 2 ഈ GERD ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് നമ്മൾ പറയുന്ന ഭക്ഷണം വയറിനകത്തുള്ള ആസിഡ് മുകളിലേക്ക് ഈസോഫാഗസിലേക്ക് തിരിച്ച് റീഗർജിറ്റേറ്റ് ചെയ്ത് വരുന്ന അവസ്ഥ. പിന്നെ ഹയാറ്റസ് ഹേർണിയ എന്ന് നമ്മൾ പറയുന്നത് വളരെ കോമൺ ആയിട്ട് മിക്കവാറും ആൾക്കാർ എൻഡോസ്കോപ്പി ചെയ്ത് കഴിയുമ്പോൾ ഹയാറ്റസ് ഹേർണിയ ഉണ്ട്, ഇതിനെന്തെങ്കിലും ചെയ്യണോ എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഈസോഫാഗസിനെ തന്നെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ ഹയാറ്റസ് ഹേർണിയ. ഇത് കൂടാതെ മറ്റ് ഒരുപാട് ചെറിയ അസുഖങ്ങളുണ്ട്. നമ്മളിപ്പം ചെറിയ ട്യൂമേഴ്സ്, ലൈപ്പോമ അല്ലെങ്കിൽ ലിയോമയോമ എന്നൊക്കെ പറയുന്ന ബിനൈൻ ട്യൂമേഴ്സ് വരാം. ഇതുകൂടാതെ ക്യാൻസറുകളാണ് മറ്റുള്ള ഒരു മെയിനായിട്ടുള്ള ഒരു അസുഖം ഈസോഫാഗസിനെ ബാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ഈസോഫാഗസിൽ വരുന്ന ഈ GERD പോലെയുള്ള പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ ഒരു മൈൽഡും അല്ലെങ്കിൽ ഒരു സിവിയറും എന്നുള്ള ഒരുപാട് പേരുണ്ട്. നമുക്ക് ഈ പുളിച്ച് തകട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുളിച്ച് തകട്ടും GERD ഒക്കെ അത് ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. അതിൻ്റെ സിംറ്റംസ് സിമിലറാണ്. പുളിച്ച് തകട്ടി വരിക എന്ന് പറയുമ്പോൾ വയറിനകത്തുള്ള നമ്മുടെ ആമാശയത്തിനകത്തുള്ള ആസിഡ് അത് ഈസോഫാഗസിനകത്തോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ് ഈ പുളിച്ച് തകട്ടൽ എന്ന് പറയുന്നത്. പുളിച്ച് തകട്ടുന്നത് ഈസോഫാഗസിനകത്ത് മാത്രമല്ല, അത് തികട്ടി ഏതാണ്ട് വായിനകത്ത് വരെ വരുന്ന ഒരു പ്രവണത വരാം. അപ്പോൾ അതാണ് റീഗർജിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതുള്ളത് ഹാർട്ട് ബേൺ എന്ന് നമ്മൾ പറയും. അപ്പോൾ നമ്മൾ നെഞ്ചരിച്ചിൽ എന്ന് നമ്മൾ സാധാരണക്കാരുടെ ഭാഷയിൽ പറയുന്ന ഒരു അസുഖമാണ്. അത് നമ്മൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഈ നെഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇങ്ങനെ എരിയുന്ന പോലെ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. അതിനെയാണ് ഹാർട്ട് ബേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 സിംറ്റംസാണ് റീഗർജിറ്റേഷനും ഹാർട്ട് ബേൺ. ഇത് രണ്ടും ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് അല്ലെങ്കിൽ ഈ പുളിച്ചു തകട്ടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖമാണ്.
അതിന് ഹയാറ്റസ് ഹെർണിയ എന്ന് പറയുന്ന ഒരു അസുഖവുമായിട്ട് കൂടി ഇത് ബന്ധപ്പെട്ട് വരാം. തീർച്ചയായും. അതുപോലെ തന്നെ വോമിറ്റിംഗ്, നമുക്കറിയാം ചില ആൾക്കാർക്ക് ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചാൽ വോമിറ്റ് ചെയ്യും. ഫ്രീക്വൻ്റ് ആയിട്ട് വോമിറ്റ് ചെയ്യാറുണ്ട്. അതായത് ഭക്ഷണം കഴിക്കുന്ന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വോമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ സമയം മാറി കഴിച്ചാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ വോമിറ്റ് ചെയ്യും. അങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസിറ്റി കൂടിയ ഒരു വിഭാഗം ആൾക്കാരുമുണ്ട്. അപ്പോൾ അവർക്കും യഥാർത്ഥത്തിൽ ഈ അന്നനാളത്തിലെ ബുദ്ധിമുട്ടാണോ യഥാർത്ഥത്തിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വോമിറ്റിംഗ് ഒരു പ്രധാന പ്രശ്നമായിട്ടുണ്ടാകുക? ഈ വോമിറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് അന്നനാളത്തിലെ അസുഖങ്ങൾ കൊണ്ട് മാത്രമല്ല ഉണ്ടാകുന്നത്. സ്റ്റൊമക്ക് ആമാശയത്തിലെ പ്രശ്നങ്ങൾക്കും വോമിറ്റിംഗ് ഉണ്ടാകാം. അപ്പോൾ അക്ലേഷ്യ കാർഡിയ പോലുള്ള കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഈസോഫാഗസിൻ്റെ ഒരു ഡയലറ്റേഷൻ, ഈസോഫാഗസിൻ്റെ വീക്കം കാരണം ഭക്ഷണം കെട്ടിക്കിടന്നിട്ട് അത് തിരിച്ച് ഛർദിൽ പോലെ തോന്നുന്ന ഒരവസ്ഥ സാധാരണ വരാറുണ്ട്. അപ്പോൾ അതിൽ ഛർദിൽ തന്നെയായിട്ടാണ് പേഷ്യൻസിന് അത് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ആമാശയത്തിൻ്റെ അസുഖങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ വോമിറ്റിംഗ് കൂടുതലും ആമാശയത്തിലെ അസുഖങ്ങൾക്കായിരിക്കും. ഈസോഫാഗസിൻ്റെ അസുഖം അഥവാ ഫുഡ് പൈപ്പിൻ്റെ അസുഖങ്ങൾക്ക് വോമിറ്റിംഗ് കുറവാണ്. ഡിസ്ഫേജിയ എന്ന് പറയുന്ന സിംറ്റമാണ് ഈസോഫാജികസ് അല്ലെങ്കിൽ ഫുഡ് പൈപ്പിൻ്റെ അസുഖങ്ങൾക്ക് കൂടുതൽ. ഡിസ്ഫേജിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വിഴുങ്ങുമ്പോൾ ഭക്ഷണം അല്ലെങ്കിൽ ആ ദ്രാവകം പോകാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ പോകാൻ തടസ്സം ഉള്ളതായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന അവസ്ഥയാണ് ഡിസ്ഫേജിയ എന്ന് പറയുന്നത്. പിന്നെ പെയിൻഫുൾ സോളോയിങ് ഉണ്ട്, വേദന എടുക്കും. നമുക്ക് വിഴുങ്ങുമ്പോൾ നല്ല പെയിനോട് കൂടിയാണ് ഈ ഭക്ഷണം താഴോട്ട് പോകുന്നത്. 3, ഭക്ഷണം അവിടെ ഇവിടെ ഒട്ടിയിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ. അപ്പോൾ ഇതെല്ലാം ഈസോഫാഗസിൻ്റെ കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങളുടെ ലക്ഷണങ്ങളാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ, അതായത് ക്യാൻസർ അല്ലാത്ത അസുഖങ്ങളിൽ ഏറ്റവും കോമൺ ഈ GERD തന്നെയാണ്. അതെ, GERD, റിഫ്ലക്സ് ഈസോഫാജൈറ്റിസ് എന്ന് പറയുന്ന ഈ 2 അസുഖങ്ങളും അതിനെ കൂടെ ചേർന്ന് വരുന്ന ഹയാറ്റസ് ഹെർണിയ എന്ന് പറയുന്ന അസുഖമാണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരാറുള്ള അസുഖങ്ങൾ. സാർ, ഈ യഥാർത്ഥത്തിൽ ഈ ഈസോഫാഗസിൽ, അതായത് അന്നനാളത്തിലുണ്ടാകുന്ന അസുഖങ്ങളുടെ പ്രധാന റീസൺ എന്താണ്? ഈ യഥാർത്ഥത്തിൽ ഈ GERD ഹയാറ്റസ് ഹെർണിയോ ഒക്കെ നമുക്ക് ഒരു പ്രിവെൻറ്റീവ് ഡിസീസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണോ? അല്ലെങ്കിൽ ഹാർട്ട് ബേൺ, ഇങ്ങനെ നേരം സാർ പറഞ്ഞു പലതരം അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ GERD അല്ലെങ്കിൽ അക്ലേഷ്യ കാർഡിയോ അല്ലെങ്കിൽ ഹയാറ്റസ് ഹെർണിയോ ഒക്കെ നമുക്ക് നല്ലത് വരാതെ പ്രിവെൻറ്റബിൾ അസുഖങ്ങളിൽ പെടുന്നതാണ്. ഈ ജീവിത ശൈലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് രോഗങ്ങൾ ഈസോഫേജൽ ഡിസീസസ് ഉണ്ടാക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി വയറിനകത്ത് ഉള്ള പ്രഷർ കൂടി വരുമ്പോഴത്തേക്കും ഈ ആസിഡ്, സ്റ്റൊമക്ക് ആമാശയത്തിലുള്ള ആസിഡ് മുകളിലോട്ട് റീഗർജിറ്റേറ്റ് ചെയ്ത് വരുന്ന അവസ്ഥ വെയിറ്റ് കൂടുതലുള്ള ആൾക്കാരിൽ കൂടുതൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ അത് വെയിറ്റ് കുറച്ചാൽ അതിന് നല്ല റിലീഫ് കിട്ടും. രണ്ടാമത് ഈ ഹയാറ്റസ് ഹെർണിയ എന്ന് പറയുന്ന കണ്ടീഷൻ തന്നെ അമിതഭാരമുള്ള ആൾക്കാർക്ക് കണ്ടുവരുന്നതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ ഫലമായി, അത് പല മരുന്നുകളും ഈസോഫേജസിൻ്റെ സ്പിങ്ക്ടറിനെ ഒരു റിലാക്സ് ചെയ്യുന്ന രീതിയിലുള്ള ഉണ്ട്. പിന്നെ നമ്മളെ കോഫി, അമിതമായി ചായ അല്ലെങ്കിൽ കോഫി കുടിക്കുന്ന ആൾക്കാർക്കും ഇത് വരാം. മദ്യപാനം ഒരുപാടുള്ളവർക്കും ഈ ലോവർ ഈസോഫേജൽ സ്പിങ്ക്ടർ ഡയലേറ്റ് ചെയ്യുകയും അങ്ങനെ അവർക്ക് ഈ റീഗർജിറ്റേഷൻ വളരെ കൂടുതലായിട്ട് കണ്ടുവരാറുമുണ്ട്. സാർ, ഈ അന്നനാളത്തെക്കുറിച്ചുള്ള അസുഖങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ GERD പോലെയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്ക് ഓവർ ദ കൗണ്ടർ കിട്ടുന്ന അൻറ്റാസിഡ്സ് പോലെയുള്ള സാധനങ്ങൾ മേടിച്ച് കഴിക്കുകയും അല്ലെങ്കിൽ ചിലതരം ആയുർവേദിക് പ്രിപ്പറേഷൻസോ അല്ലെങ്കിൽ അലോപ്പതി പ്രിപ്പറേഷൻസോ ഒക്കെ ഓവർ ദ കൗണ്ടർ നമുക്ക് കിട്ടും. ഈവൻ മെഡിക്കൽ സ്റ്റോർ പോലും അല്ലാതെ സൂപ്പർ മാർക്കറ്റിൽ പോലും ഇത്തരം അൻറ്റാസിഡ്സുകൾ നമുക്കിപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഇത്തരം സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുമ്പോൾ പലരും ആശ്വാസം പറയാറുണ്ട്. അപ്പോൾ ഈ അൻറ്റാസിഡ്സ് മാത്രമാണോ ഇതിനൊരു ചികിത്സ എന്ന് പറയുന്നത്? ഈ വളരെ ഒരു പെർട്ടിനൻറ്റ് ക്വസ്റ്റ്യനാണ്. കാരണം നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരു ഗ്യാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് അല്ലെങ്കിൽ ഇങ്ങനെ റീഗർജിറ്റേഷൻ, ഹാർട്ട് ബേൺ, നെഞ്ചരിച്ചിൽ എന്ന് പറയുന്ന പേഷ്യൻസിന് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളിലൊന്ന് ആൻറ്റാസിഡ്സ് തന്നെയാണ്. ആൻറ്റാസിഡിനേക്കാളും എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് ഇപ്പോൾ പ്രോട്ടോൺ പമ്പ് ഇൻഡിമിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓഫ് മെഡിസിൻസ് ഇപ്പോൾ ഉണ്ട്. അതിൽ യോമിപ്രസോൾ അല്ലെങ്കിൽ പാൻറ്റസോൾ എന്നൊക്കെ പറയുന്ന ഒരുപാട് ബ്രാൻഡ് നെയിംസിലുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ അതായത് ആക്ച്വലി സംഭവിക്കുന്നത് വയറിനകത്തുള്ള അല്ലെങ്കിൽ ആമാശയത്തിനകത്തുള്ള ആസിഡിൻ്റെ അളവിനെ അത് കുറയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മുകളിലോട്ട് അടിച്ച് കയറുന്ന ആസിഡിൻ്റെ അളവും കുറയുന്നു, താരതമ്യേന കുറയുകയും സിംറ്റംസിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു ബെനിഫിറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന് ഉപരി ഈ മരുന്നുകളുടെ കൂടെ ചേർത്ത് കഴിക്കാനായിട്ട് ഇപ്പോൾ ഡോംപെരിഡോം, ലെസുറൈഡ്, അങ്ങനെ കുറേ മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് കോമ്പിനേഷനിലോ അല്ലാതെയോ കഴിക്കുമ്പോൾ ഈ സ്പിങ്ക്ടർ, ലോവർ ഈസോഫേജൽ സ്പിങ്ക്ടറിൻ്റെ ഒരു ടോണിനെ കൂട്ടുകയും ഈ തിരിച്ച് ആസിഡ് റിഫ്ലക്സ് ചെയ്ത് പോകുന്ന അവസ്ഥ ഇല്ലാതാവുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്, ഈ ക്ലാസ് ഓഫ് മെഡിസിൻസും ഇതുകൂടെ ഉണ്ടാകുന്ന ഞാൻ ഈ പറഞ്ഞ പ്രോകൈനറ്റിക്സും കൂടെ കൊടുത്തു നോക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി. ഇത് എല്ലാ ഗ്യാസ്ട്രോ ഈ റിഫ്ലക്സ് ഡിസീസുകൾക്കും ഇത് മാത്രം കൊണ്ട് പലപ്പോഴും ശമനം കിട്ടില്ല. പിന്നെ അത് എല്ലാവരും ഇതിനെ കുറിച്ച് മിസ്യൂസ് എന്ന് പറഞ്ഞാൽ എന്ത് എരിച്ചിലുണ്ടായിരുന്നാലും
ഇതാണ് ചികിത്സ എന്ന് പറഞ്ഞ് വളരെ നാൾ ഇത് കഴിച്ചിട്ട് ഇത് പലപ്പോഴും മറ്റുള്ള രോഗങ്ങളായിട്ട് മാറുകയോ അല്ലെങ്കിൽ മറ്റുള്ള രോഗങ്ങൾ മാസ്ക് ചെയ്ത് നിന്നിട്ട് അതിനെ ഈ മരുന്ന് കഴിച്ചതായിട്ടും കണ്ടുവരാറുണ്ട്. തീർച്ചയായിട്ടും ഈ GRD വരുന്ന കേസുകൾ നമ്മളൊരു ആ സിംറ്റംസ് വെച്ച് തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുമോ, അതോ അതിന് എൻഡോസ്കോപ്പി പോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റർവെൻഷൻ, അതിന് ഒരു ഡയഗ്നോസ്റ്റിക് ഇൻ്റർവെൻഷന് വേണ്ടി വരുമോ? മിക്കവാറും സമയങ്ങളിൽ നമുക്ക് വളരെ നല്ലൊരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എല്ലാ കേസുകൾക്കും അങ്ങനെ സംഭവിക്കണം എന്നില്ല. കാരണം ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം ഒരു പർട്ടിക്കുലർ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ നിന്ന് വരണം എന്നില്ല. ഇപ്പോൾ ഗ്യാസ്ട്രോവൈസോ GRDയുടെ കൂടെ ഹൈറ്റസ് ഹെർണിയ വരാം. ഇപ്പോൾ ഹൈറ്റസ് ഹെർണിയയ്ക്കും അത് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എൻഡോസ്കോപ്പി എന്നുള്ള ടെസ്റ്റ് വേണ്ടി വരും. അപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യേണ്ടത് എല്ലാ കേസിലും ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഷുവറാണ്. ഡോക്ടറുടെ ഒരു ഹിസ്റ്ററി ടേക്കിങ്ങിൽ ഇത് തന്നെയാണ്. വളരെ ഷോർട്ട് ഡ്യൂറേഷൻ സിംറ്റംസ് ആണ്, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, അലാം സിംറ്റംസ്, വേറെ പേടിക്കാനായി ഭയപ്പെടുത്താനുള്ള സിംറ്റങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ആദ്യത്തെ അപ്രോച്ച് എന്നുള്ള നിലയിൽ, ആദ്യത്തെ ഒരു ശ്രമം എന്നുള്ള നിലയിൽ നമ്മൾ ഈ പറഞ്ഞ ക്ലാസ്സിലുള്ള മരുന്നുകൾ കൊടുക്കുന്നതാണ് സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ഇൻ്റർവെൻഷൻ എപ്പോഴാണ് ഒരു ഡയഗ്നോസ്റ്റിക് ഇൻ്റർവെൻഷൻ വേണ്ടി വരിക? ഈ മരുന്നുകൾ കഴിച്ചിട്ടും ഫലം വരുന്നില്ല, അല്ലെങ്കിൽ ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ മാത്രം ഫലം വരികയും നിർത്തുമ്പോൾ തിരിച്ചും അതേ സിംറ്റം വരികയും ചെയ്യുന്ന ഒരവസ്ഥ, അല്ലെന്നുണ്ടെങ്കിൽ ഈ മരുന്ന് കഴിച്ചിട്ടും ഒരു പർട്ടിക്കുലർ ഫലവും ഇല്ലാതെ വരുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെ വരുന്ന അവസ്ഥകളിൽ നമ്മൾ തീർച്ചയായിട്ടും മറ്റുള്ള പരിശോധനകൾ ചെയ്യേണ്ടതാണ്. അതിൽ മുഖ്യമായിട്ടുള്ളത് എൻഡോസ്കോപ്പിയാണ്. പണ്ടുകാലങ്ങളിൽ ബേരിയം പോലുള്ള ടെസ്റ്റുകൾ ചെയ്തിരുന്നുവെങ്കിലും ഇന്ന് വളരെ വളരെ സിമ്പിളായിട്ട് എൻഡോസ്കോപ്പിക് മെത്തേഡ്സ് യൂസ് ചെയ്ത് ഈ GRD അല്ലെങ്കിൽ ഹൈറ്റസ് ഹെർണിയ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. അന്നനാളത്തിലുള്ള ഒട്ടുമുക്കാൽ അസുഖങ്ങൾക്കും എല്ലാം ഈ എൻഡോസ്കോപ്പി കൊണ്ട് വളരെ നമുക്ക് ക്ലുപ്തമായി രോഗനിർണയം ചെയ്യുവാൻ സാധിക്കും. ഈ അക്ലീഷ്യ കാർഡിയയുടെ കാര്യം എങ്ങനെയാണ്? അതും ഇത്തരം ആന്റാസിഡ്സുകളുടെ തന്നെയാണോ ഇതിൻ്റെ ഒരു പ്രൈമറി ചികിത്സ എന്ന് പറയുന്നത്? അല്ല. അക്ലീഷ്യ കാർഡിയ എന്ന് പറഞ്ഞാൽ ഈസോഫാഗസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോട്ടിലിറ്റി, ഈസോഫാഗസിന് ഒരു മൂവ്മെൻ്റ് ഉണ്ട്, ഒരു പെരിസ്റ്റാൽസിസ് ഉണ്ട്. അത് മുകളിൽ നിന്ന് തുടങ്ങി താഴെ വരെ വന്ന് ആ ഫുഡ് മെറ്റീരിയൽ, അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ പ്രൊപ്പൽ ചെയ്ത് താഴെ വരെ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് അത് പറയുന്നത്. അപ്പോൾ ഈ അക്ലേഷ്യ കാർഡിയ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ക്ലാസ് ഓഫ് മോട്ടിലിറ്റി ഡിസോർഡേഴ്സിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഈ ഞരമ്പുകളുടെ ഒരു ഡിഫക്റ്റിൽ നിന്ന് ഈ മോട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വ്യതിയാനങ്ങളാണ്. അപ്പോൾ ഫുഡ് റിലാക്സ് ചെയ്ത് പോകേണ്ട സ്ഥലത്ത് ആ താഴത്തെ സ്പിങ്ക്ടർ ടൈറ്റായിട്ടിരിക്കുകയും ഫുഡ് മെറ്റീരിയൽസ് പോകാതെ വരുന്ന ഈസോഫാഗസിൽ തന്നെ, ഫുഡ് പൈപ്പിൽ തന്നെ കെട്ടിക്കിടന്ന് ഗ്രാജുവലായിട്ട് ഈസോഫാഗസ് അല്ലെങ്കിൽ ഈ അന്നനാളം ഡയലേറ്റ് ചെയ്ത് വിങ്ങി വരുന്ന അവസ്ഥയുണ്ട്. അതാണ് ഈ അക്ലേഷ്യ കാർഡിയ എന്ന് കോമൺ ആയിട്ട് പറയുന്നത്. ഇതിനെന്താണ് നമുക്ക് അക്ലേഷ്യ കാർഡിയക്ക് ചികിത്സ, ഒരു ഇന്റർവെൻഷന് വേണ്ടി വരാറുണ്ടോ സാധാരണ? മിക്കവാറും സമയത്ത് അക്ലേഷ്യ കാർഡിയ ആദ്യം നിർണ്ണയിക്കുക എന്നുള്ളതാണ് മുഖ്യമായ കാര്യം. അത് എങ്ങനെ നിർണ്ണയിക്കുക എന്ന് പറയുന്നത് അതിനും തീർച്ചയായിട്ടും എൻഡോസ്കോപ്പി ഉണ്ട്. ബേരിയം സോളോ പണ്ട് കാലങ്ങളിലും അത് ചെയ്തിരുന്നു. ഇപ്പോഴും ബേരിയം സോളോ വൺ ഓഫ് ദ നല്ല ടെസ്റ്റുകളാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് അറിയാൻ സാധിക്കും. അതിനൊരു ക്ലാസിക്കലുണ്ട്, ഡയലേറ്റ് ഈസോഫാഗസ് ഫുഡ് പൈപ്പ് ഇങ്ങനെ വളരെ ഡയലേറ്റഡ് ആയിട്ട് നിൽക്കുകയും താഴെ വന്നിട്ട് അത് വളരെ നാരോ ആയിട്ട് ഒരു തിൻ സ്ട്രീം ഓഫ് ബേരിയം വയറിലോട്ട് പോകുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊരു ഡയഗ്നോസ്റ്റിക് മെത്തഡാണ്. രണ്ടാമത് എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഈസോഫാഗസ് അല്ലെങ്കിൽ ഫുഡ് പൈപ്പിനകത്ത് കെട്ടിക്കിടക്കുന്നതായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് സാധാരണഗതിയിൽ. അപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ പഴയ ഭക്ഷണം ഈസോഫാഗസ് ഫുഡ് പൈപ്പിനകത്ത് കെട്ടിക്കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും സമയത്ത് നമുക്ക് തീർച്ചപ്പെടുത്താം ഇത് അക്ലേഷ്യ കാർഡിയ എന്നുള്ള അസുഖമാണ്. പക്ഷേ ഇത് അവിടെ അങ്ങനെ ഭക്ഷണം കെട്ടിക്കിടക്കുന്നു അല്ലെങ്കിൽ ഈസോഫാഗസിൽ നിന്ന് ഭക്ഷണം പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അക്ലേഷ്യ കാർഡിയ തന്നെ ആകണം എന്നില്ല. അപ്പോഴാണ് എൻഡോസ്കോപ്പിയുടെ ഫലം നമ്മൾ അറിയുന്നത്. എൻഡോസ്കോപ്പി ചെയ്ത് വേറെ എന്തെങ്കിലും കാരണങ്ങളാൽ അല്ലെങ്കിൽ ഫങ്ഷണൽ ഒബ്സ്ട്രക്ഷൻസ് കൊണ്ടാണോ ഈ തടസ്സം ഉണ്ടായി ഭക്ഷണം അത് പോകാതെ നിൽക്കുന്നത്, അതോ ഈ മോട്ടിലിറ്റി ഡിസോർഡറിൻ്റെ ഭാഗമായി ഈ താഴത്തെ സ്പിങ്ക്ടർ വാൽവ് ടൈറ്റായിട്ടാണോ ഈ ഭക്ഷണം താഴോട്ട് പോകാതെ വരുന്ന അവസ്ഥ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ 3-4 രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. കോമൺ ആയിട്ട് മരുന്നുകൾ കൊണ്ട് ഒരു പരിധിവരെ നമുക്ക് ശ്രമിച്ചു നോക്കാം. പക്ഷേ മിക്കവാറും മരുന്നുകൾക്ക് വലിയ ഫലം വരാറില്ല. 2, ഈ ബോട്ടുലിനം ടോക്സിൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻ ഉണ്ട്. അപ്പോൾ നമ്മളത് ഈ പ്ലാസ്റ്റിക് സർജൻസ് മുഖത്തിൻ്റെ ചുളിവുകൾ മാറ്റാൻ വേണ്ടിയിട്ട് അത് ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു മരുന്നാണ്. അത് കൊടുക്കുമ്പോൾ ആ ഞരമ്പുകളെ താൽക്കാലികമായി അത് കുറച്ച് നാളത്തേക്കെങ്കിലും അത് ഡാമേജ് ചെയ്യുകയും അപ്പോൾ ആ റിലാക്സേഷൻ വരികയും ചെയ്യും. അപ്പോൾ ബോട്ടുലിനം ടോക്സിൻ രണ്ടാമത്തെ ഒരു മെത്തഡാണ്. 3ാമത് ടൈറ്റായിട്ടിരുന്ന സ്പിങ്ക്ടറിനെ ഡയലേറ്റ് ചെയ്യുക. എൻഡോസ്കോപ്പി യൂസ് ചെയ്ത് നമ്മൾ ആ ഒരു സ്ട്രക്ചർ പോലെ ഒരു നാരോഡ് ഏരിയയിൽ കൂടെ പോയിട്ട് ഒരു ബലൂൺ ഒഴിച്ചിട്ട് അതിനെ ഡയലേറ്റ് ചെയ്ത് വിടുന്ന ഒരു പ്രക്രിയയുണ്ട്, ബലൂൺ ഡയലറ്റേഷൻ. അപ്പോൾ ഈ ബലൂൺ ഡയലറ്റേഷൻ ചെയ്താലും അതിൻ്റെ സക്സസ് റേറ്റ്സ് അത്രയും ഹൈ അല്ല.
പിന്നെയുള്ള വളരെ ടൈം ടെസ്റ്റഡ്, വളരെ സക്സസ് റേറ്റ്സ് ഉള്ള ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് സർജറി ഉപയോഗിച്ച് ഈ ലോവർ ഇസോഫേജൽ സ്ഫിങ്ക്ടറിനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് പണ്ട് കാലങ്ങളിൽ ഓപ്പണായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കത് കീഹോൾ അഥവാ ലാപ്രോസ്കോപ്പിക് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. റിസൾട്ട്സ് ഓൾമോസ്റ്റ് 90-95% അതിന് സക്സസ് റേറ്റ്സ് ഉണ്ട്. അത് ഡിപ്പെൻഡിങ് ഓൺ ടൈപ്പ് ഓഫ് അക്ലേഷ്യ, ഏത് ടൈപ്പാണെന്ന്. ഒന്നും രണ്ടിനും വളരെ നല്ല റിസൾട്ട്സ് ആണ്. മൂന്നാമത്തെ ടൈപ്പ് അത്ര നല്ലൊരു റിസൾട്ട് അല്ല. പക്ഷേ എന്നാലും സർജറി വളരെ ഒരു ടൈം ടെസ്റ്റഡ് ആൻഡ് ഒരു റെക്കമെൻഡഡ് മെത്തേഡാണ്. ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ സർജറി അല്ലാതെ തന്നെ പോയം എന്ന് പറഞ്ഞ ഒരു മെത്തേഡ്, എൻഡോസ്കോപ്പ് യൂസ് ചെയ്ത് പല ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റുകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ അത് വളരെ വലിയൊരു നിലയിൽ ചെയ്യുന്നില്ല, വളരെ അപൂർവ സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടുകൾ ഇനിയും കാണേണ്ടിയിരിക്കുന്നു. സാർ, അന്നനാളത്തിന് അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഹയാറ്റസ് ഹെർണിയെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഹയാറ്റസ് ഹെർണിയ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്നത്? ഇതും ഏതെങ്കിലും രീതിയിലുള്ള ജീവിതശൈലിയുമായിട്ട് ഈ രോഗത്തിന് ബന്ധമുണ്ട്? രണ്ട് രീതിയിലും വരാം. ഹയാറ്റസ് ഹെർണിയ വരുന്നത് ജീവിതശൈലി രോഗങ്ങളുമായിട്ടും അല്ലാതെയും വരാം. കൺജനിറ്റലായിട്ട് വരാം, അല്ലെങ്കിൽ ഒരു അക്വയർഡ് കണ്ടീഷനായിട്ട് വരാം. ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുമ്പോൾ അമിതഭാരം, കൊഴുപ്പ് കെട്ടുന്ന അവസ്ഥ, ഈ ഒരു ഹോൾ, നമ്മുടെ ഡയഫ്രം എന്ന് പറയുന്നത് മസിലിൻ്റെ ഒരു ലെയറാണ്. ഈ തൊറാക്സും അബ്ഡമിനും തമ്മിൽ ഉള്ള ഒരു ഷീറ്റ് ഓഫ് മസിലാണ്. അപ്പോൾ അതിനകത്തുള്ള ഒരു ദ്വാരത്തിൽ കൂടെയാണ് ഈ ഫുഡ് പൈപ്പ് എന്ന് പറയുന്ന ഈസോഫാഗസ് അന്നനാളത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ആ ദ്വാരം സാധാരണഗതിയിൽ വളരെ ലൂസും അല്ല ടൈറ്റും അല്ല. വളരെ ടൈറ്റായി പോയി കഴിഞ്ഞാൽ ഭക്ഷണം പോകില്ല, വളരെ ലൂസായി കഴിഞ്ഞാൽ അതിനൊരു പിടുത്തം കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ സൈഡിൽ വേറെ ലിഗമെൻറ്റ്സ് ഉണ്ട്, അതിനെ പിടിച്ച് നിർത്തുന്ന, ഈ ഈസോഫാഗസിനെ അവിടെ പിടിച്ച് നിർത്തുന്ന കുറച്ച് ലിഗമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്നുകിൽ വീക്കാവുകയോ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടോ ഇത് ഒരു ഡയലറ്റേഷൻ വരുമ്പോഴോ ഈ അന്നനാളം എന്ന് പറയുന്നത് ആ ജംഗ്ഷൻ, ഗ്യാസ്ട്രോ ഈസോഫേജൽ ജംഗ്ഷൻ, ഈ ഫുഡ് പൈപ്പും അന്നനാളവും തമ്മിലുള്ള ജംഗ്ഷൻ വയറിന് നമ്മുടെ അബ്ഡമൽ ക്യാവിറ്റിക്കകത്തിരിക്കുന്നതിന് പകരം മുകളിലോട്ടും താഴോട്ടും വന്നും പോയും നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അതാണ് ഈ ഹയാറ്റസ് ഹെർണിയ എന്ന് പറയുന്നത്. അതിന് പല ടൈപ്പുകളുണ്ട്. സ്ലൈഡിങ് ഹെർണിയ, റോളിംഗ് ഹെർണിയ എന്നൊക്കെ പറയുന്ന 2-3 തരം ഹയാറ്റസ് ഹെർണിയകളുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് നമുക്ക് ലേമാൻ അറിയാവുന്ന ഹെർണിയാസ് പോലെ തന്നെയാണ്. ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അത് 2 ക്യാവിറ്റീസിനകത്തുള്ള ഒരു ഹെർണിയാണ്, ഒരു ഇൻറ്റേർണൽ ഹെർണിയാണ്. മറ്റത് വെളിയിലോട്ട് വരുന്ന ഒരു ഹെർണിയ. ഇത് അകത്ത് തന്നെ ഒരു ക്യാവിറ്റിയിൽ നിന്ന് വേറൊരു ക്യാവിറ്റിയിലേക്ക് ഹെർണിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഹെർണിയ വന്നു കഴിഞ്ഞാൽ അതിന് സിംറ്റംസ് മിക്കവാറും ഈ റിഫ്ലക്സ് ഈസോഫേജൈറ്റിസ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പിടിച്ചു തീട്ടലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന സിംറ്റംസ് പോലെ തന്നെയാണ് സിംറ്റംസ്. ചികിത്സാ രീതികളിലേക്ക് കിടക്കുമ്പോൾ ഇത് രണ്ടിനും ഒരു ഫലപ്രദമായ ചികിത്സ മരുന്നുകൾ കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചികിത്സിച്ച് നോക്കുന്നു. മരുന്നുകൾ കൊണ്ട് ഫലിക്കാത്ത ഒരു അവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ വളരെ യങ് ഏജ്, കൊച്ചു പ്രായത്തിലാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത് എങ്കിൽ ഒരുപാട് നാൾ മരുന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സർജറി ചെയ്ത് ഇതിനെ വളരെ ഫലപ്രദമായി ഈ വാൽവിനെ ഒരു റീകൺസ്ട്രക്ഷൻ പോലെ, ഫണ്ടോപ്ലൈക്കേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അത് ഒരു ചെറിയ ആമാശയത്തിൻ്റെ ഒരു ഭാഗം, സ്റ്റൊമക്കിൻ്റെ ഒരു ഭാഗം, ഒരു ഷീറ്റ് പോലെ ഇതിന് ഈ ഈസോഫാഗസ് ഫുഡ് പൈപ്പിൻ്റെ ചുറ്റും റാപ്പ് ചെയ്ത് വയ്ക്കുക, അതിനിങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് തയ്ച്ച് ചേർക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ഫലം എന്ന് പറയുന്നത്, ഒന്ന് ഈ ആസിഡ് അല്ലെങ്കിൽ വയറിൽ നിന്ന്, ആമാശയത്തിൽ നിന്ന് ഈസോഫാഗസ് അഥവാ ഫുഡ് പൈപ്പിലേക്ക് കയറാതിരിക്കുക, അല്ലെങ്കിൽ ആ വാൽവിന് ഒരു ഓഗ്മെൻറ്റേഷൻ പോലെയാണ് അതിൻ്റെ ഒരു പർപ്പസ്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ഒട്ടുമുക്കാലും ഒരു 95% ആൾക്കാർക്കും ഈ ഗ്യാസ്ട്രോഎസോഫേജൽ റിഫ്ലക്സ് ഡിസീസും ഹയാറ്റസ് ഹെർണിയയും ഒരേ തരത്തിൽ തന്നെ കീഹോൾ സർജറി ഉപയോഗിച്ച് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുന്നതാണ്. ഈ അന്നനാളത്തിലുണ്ടാകുന്ന ക്യാൻസറുകളെ കുറിച്ച് പറഞ്ഞാൽ എത്രത്തോളം കോമൺ ആണ് ഈ അന്നനാളത്തിലുണ്ടാകുന്ന ക്യാൻസർ? അതുപോലെ തന്നെ ഈ അന്നനാളത്തിലുള്ള ക്യാൻസറുകൾക്ക് പുരുഷന്മാർക്കൊരു മുൻതൂക്കമുണ്ട്? ഉണ്ട്. ക്യാൻസറുകൾ എല്ലാ അവയവങ്ങൾക്കുള്ളതുപോലെയും ക്യാൻസറുകൾ കൂടി വരികയാണ്. അതിന് കാരണം 2 തരം ക്യാൻസറുകളാണ് മുഖ്യമായിട്ടുള്ളത്. സ്ക്വാമസ് സെൽ എന്ന് പറയുന്ന ഒരു ക്യാൻസറും പിന്നെ അഡിനോകാർസിനോമാസ് എന്ന് പറയുന്ന ഒരു ക്യാൻസറും. ജീവിതശൈലി രോഗങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് വരുന്നത് സ്ക്വാമസ് സെൽ കാർസിനോമകളാണ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ സ്മോക്കിംഗ് അല്ലെങ്കിൽ പുകയില ചവയ്ക്കുന്ന അവസ്ഥ, അപ്പോൾ ഇതെല്ലാം ഒരു ഈസോഫേജൽ ഇറിറ്റേഷൻ, ഒരു ക്രോണിക്കായിട്ട് ഈസോഫാഗസിനെ ഇറിറ്റേറ്റ് ചെയ്യുകയും ഫുഡ് പൈപ്പിനെ ഇറിറ്റേറ്റ് ചെയ്യുകയും അത് കാലക്രമേണ ഒരു ക്യാൻസറായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സ്ക്വാമസ് സെൽ ക്യാൻസറുകൾ കൂടുതലും കണ്ടുവരുന്നത് ഈസോഫാഗസിൻ്റെ മധ്യഭാഗത്തായിട്ടാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും കണ്ടുവരാം, എന്നാലും കൂടുതലും മധ്യഭാഗത്തുള്ള ക്യാൻസറുകളാണ്. ഇന്ത്യയിൽ കൂടുതൽ കണ്ടുവരുന്നതും ഈ സ്ക്വാമസ് സെൽ കാർസിനോമകളാണ്. പക്ഷേ പാശ്ചാത്യ രാഷ്ട്രങ്ങളിലും ഇപ്പോൾ കേരളയിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയും അഡിനോകാർസിനോമാസ് എന്ന് പറയുന്ന ഒരു ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിന് കാരണം ആസിഡ് റിഫ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു റോളുണ്ട്. അപ്പോൾ അത് ഈ ബാരറ്റ്സ് ഈസോഫാഗസ് എന്ന് നമ്മൾ പറയുന്ന ഒരു കണ്ടീഷൻ, ഒരുപാട് നാൾ ഈ ഈസോഫാഗസിലേക്ക് ഫുഡ് പൈപ്പിലേക്ക് ഫുഡ് മെറ്റീരിയൽ ആസിഡ് റിഫ്ലക്സ് ചെയ്ത് വരികയും ഒരു ക്രോണിക് ഇറിറ്റേഷൻ ഉണ്ടാക്കി മ്യൂക്കോസ അഥവാ ഈ ഈസോഫാഗസിൻ്റെ ഇന്നർമോസ്റ്റ് വാളിലുണ്ടാവുന്ന ചില സെൽസിലുണ്ടാവുന്ന ചേഞ്ചസ് ആണ്. അപ്പോൾ അത്
കാലം കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് നാൾ അത് ചികിത്സിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്യാൻസറായി മാറാനായിട്ടുള്ളൊരു ചെറിയ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാരറ്റ്സ് ഈസോഫാഗസ് പോലുള്ള കണ്ടീഷൻസ് ഡയഗ്നോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോളോ അപ്പ് തീർച്ചയായിട്ടും വേണ്ടതാണ്. സിഗ്നിഫിക്കൻറ്റ് റിഫ്ലക്സ് അല്ലെങ്കിൽ ഹൈറ്റസേണിയ ഉണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കേണ്ടതും ആവശ്യമാണ്. തീർച്ചയായിട്ടും ഒരുപാട് പേർക്കുള്ളൊരു സിംറ്റമാണ് ഈ ഇക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കിൾ ഏതെങ്കിലും തരം ഇത്തരത്തിലുള്ള അസുഖങ്ങളുടെ ഒരു സിംറ്റമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? പറ്റും. ഈസോഫാഗസിൽ ഡയലറ്റേഷൻ, ഈസോഫാഗസിൽ ഭക്ഷണം നേരെ പോകാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഈസോഫാഗസ് ഡയലേറ്റഡ് ആവുക, അല്ലെങ്കിൽ ഈസോഫാഗസിൽ എരിവ് പോലുള്ള മെറ്റീരിയൽ വന്നിട്ട് ഒരു ഇറിറ്റേഷൻ വരികയും ഡയഫ്രത്തിനെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ ഫ്രെനിക് നെർവ് എന്ന് പറയുന്ന ഒരു ഞരമ്പിനെ അത് ബാധിക്കുകയും അപ്പോൾ ഉണ്ടാകുന്ന ഒരു റിഫ്ലക്സ് ആണ് ഈ ഇക്കിൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇക്കിൾ തുടർച്ചയായിട്ടുള്ള ഒരാൾ, വിഴുങ്ങാൻ പ്രയാസമുള്ള ആൾ, ഭക്ഷണം പോകുമ്പോൾ തട്ടി നിൽക്കുന്നു എന്ന് തോന്നുന്ന ഒരു ആൾ, ഇവരെല്ലാവരും തീർച്ചയായിട്ടും അത് അതിനെ നെഗ്ലക്റ്റ് ചെയ്യാതെ, വല്ലപ്പോഴും ഒരിക്കലും എല്ലാവർക്കും ഉണ്ടാവാം. നമ്മളിപ്പോൾ എന്തെങ്കിലും എരിവ് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്ത് ഭക്ഷണം വിഴുങ്ങുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരിക്കൽ പോലെ തോന്നും, അത് മാറും. പക്ഷെ അതല്ല, ഇടയ്ക്കിടയ്ക്ക് വരുന്നു, വിഴുങ്ങാൻ പ്രയാസം അല്ലെങ്കിൽ എരിച്ചിൽ, നെഞ്ചരിച്ചിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുണ്ട്. ഇതുകൂടാതെ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും അലാം സിംറ്റംസ്, വെയിറ്റ് ചെറുതായിട്ട് കുറയുന്നു, അല്ലെങ്കിൽ ക്ഷീണം വരുന്നു, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറയുന്നു, അങ്ങനത്തെ ഉള്ള സിംറ്റംസ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യരുത്. തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ പോയി കാണുകയും വേണ്ടി വന്നാൽ എൻഡോസ്കോപ്പി പോലുള്ള ചികിത്സകൾ ചെയ്യേണ്ടതുമാണ്. തീർച്ചയായിട്ടും ഈ അപ്പർ GI ബ്ലീഡ്, അതായത് നമ്മൾ ഒരു അപ്പർ GI ബ്ലീഡ് ഈ അന്നനാളത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണോ ഉണ്ടാകുന്നത്? അതെങ്ങനെയാണ് അതിൻ്റെ ഒരു സിംറ്റം എന്ന് പറയുന്നത്? അപ്പർ GI ബ്ലീഡുകൾ തീർച്ചയായിട്ടും അന്നനാളത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകാം. ഏത് ഒരു അൾസർ ആണെങ്കിലും, മ്യൂക്കോസ ഡിസ്റപ്ഷൻ വരുന്ന ഒരു അൾസർ ആണെങ്കിലും അത് ബ്ലീഡ് ചെയ്യാം. സാധാരണഗതിയിൽ കൂടുതലും ഈ ഈസോഫാഗോ ഗ്യാസ്ട്രിക് ജംഗ്ഷനിൽ, ഇപ്പോൾ മദ്യപാനികളിൽ വരുന്ന വാരിസസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അത് ഈസോഫാഗസും അല്ലെങ്കിൽ ഫുഡ് പൈപ്പും അന്നനാളവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്തുണ്ടാകുന്ന ചില രക്തക്കുഴലുകളുടെ വീക്കം അല്ലെങ്കിൽ ഡയലറ്റേഷൻ വന്നിട്ട് വാരിസസ് എന്ന് പറയുന്ന ഒരു രക്തക്കുഴലുകൾ വീങ്ങി വരുന്ന അവസ്ഥ, ആ വാരിസസ് ഇടയ്ക്ക് പൊട്ടുകയും അതിൽ നിന്നുണ്ടാകുന്ന ബ്ലീഡ് ഈസോഫാഗസിൽ വരാം. ഇതുകൂടാതെ റച്ചിങ് അല്ലെങ്കിൽ പെട്ടെന്ന് ഛർദ്ദിക്കുന്ന പോലെ ഫീൽ ചെയ്യുകയും ഛർദ്ദിക്കാൻ ടെൻഡൻസി വരികയും ചെയ്യുമ്പോൾ അതിൽ ചെറിയ മ്യൂക്കോസയിൽ ചെറിയ കീറലുകൾ ഉണ്ടാവുകയും അതിൽ നിന്ന് ബ്ലഡ് വരികയും ചെയ്യുന്ന അവസ്ഥ. ഇതുകൂടാതെ മറ്റുള്ള പല ഈ ബ്ലീഡ് ചെയ്യുന്ന ഈസോഫേജൽ ഡിസോർഡേഴ്സ് ഉണ്ട്. ഹെമാൻജിയോമാസ് വളരെ കോമൺ അല്ല. പിന്നെ ക്യാൻസറുകൾ, തീർച്ചയായിട്ടും ക്യാൻസറുകളാണ് പിന്നെ ഇതിലുള്ളതിൽ ഏറ്റവും കൂടുതലായിട്ട് ബ്ലീഡ് ചെയ്യുന്ന ഒരു ക്ലാസ് ഓഫ് ട്യൂമേഴ്സ്. അതായത് രക്തക്കുഴലുകളിലേക്ക് റോഡ് ചെയ്ത് പോവുകയും ആ രക്തക്കുഴലിന് ഒരു സപ്പോർട്ട് ഇല്ലാതെ വരികയും അത് ബ്ലീഡ് ചെയ്യുകയും ചെയ്യുന്ന അതാണ് നമ്മളങ്ങനെ കാണുന്നത്. തീർച്ചയായിട്ടും ഡോക്ടറുടെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അന്നനാളത്തിലെ അസുഖങ്ങളെക്കുറിച്ച് വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു തന്നതിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാള കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello doctor@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.